സായയുടെ മോളെ കുറിച്ചിട്ട് പറയൂ, അവൾക്ക് പാട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? മോള് ടാലന്റഡ് ആണ്, പാടും ഡാൻസ് ഒക്കെ ചെയ്യും. പക്ഷെ എന്നെ പോലെ തന്നെയാണ് മാതിരി ഭയങ്കര മടിച്ചിയാ. അപ്പൊ ഇപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് മോളെ കമ്പൽ ചെയ്യാറുണ്ടോ? പണ്ട് അച്ഛൻ ചെയ്ത പോലെ ഡാഡി ചെയ്ത മാതിരി അടിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് തന്നെ ഇല്ല. പക്ഷെ ഇപ്പം മ്യൂസിക് ക്ലാസ്സിന് തന്നെ അവളിങ്ങനെ ലേസി ആയിട്ട് അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും പണ്ട് എന്റെ ഡാഡി എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ദൈവമേ. പക്ഷെ അത്രമാത്രം എഫർട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ചിട്ട് അവരുടെ ടാലന്റ് മനസ്സിലാക്കുന്നത് പാരന്റ്സ് ആണ് ബേസിക്കലി ആദ്യം. അപ്പൊ പക്ഷെ എനിക്കിപ്പോ എന്റെ ഡാഡി മമ്മി ഉള്ളത് കൊണ്ട് ഡാഡിയുടെ അടുത്ത് ഞാൻ പറയും എന്നെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അടിച്ചു. പക്ഷെ ഇപ്പൊ അവരെന്താ സംഭവം വെച്ചാൽ അവരിപ്പോ ഒരു മുത്തശ്ശി, ഒരു ഗ്രാൻഡ് മാ ഒക്കെ ആയപ്പോ അവർക്കത് പറ്റൂല. അതെ, അവർക്ക് അവരെ മക്കളെ മറ്റേ ശിക്ഷിച്ചിട്ട് വളർത്തുന്ന മാതിരി കുട്ടികളെ, ചെറിയ കുട്ടികളെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോളിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക. എന്താ പേര്? സെന എന്നാണ് പേര്. സെന എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ആണ്. സെന എന്ന് പറയുന്നത് ഹോസ്പിറ്റബിൾ എന്നാണ് അർത്ഥം. അത് ശരി. അപ്പൊ അതും ഒരു വെറൈറ്റി നെയിം ആണല്ലേ, സെന. വീട്ടില് വിളിക്കുന്നതും അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ അമ്മയുടെ പാട്ടിന് എങ്ങനെയാണ്? അമ്മ ഇത് കൊള്ളില്ല, അമ്മ ഇത് അടിപൊളി, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അല്ല, അവൾ എന്റെ ഒരു ഫാനേ അല്ല. അവൾ എന്റെ ഏറ്റവും വലിയ ബൂം ബൂം. അയ്യോ ഇല്ല. കുടുക്കാച്ചി ബിരിയാണിയുടെ ഒരു പാട്ട് പോലും എന്റെ മോള് മമ്മ അത് പാടുമ്പോ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവള് ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പാട്ടിനെ കാട്ടിയും കൂടുതൽ അവള് നന്നായി വരയ്ക്കും. അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആർട്ട് ക്ലാസ്സസിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം കൊറിയൻ പോപ്പ് ബാൻഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടം. ഓ അത് ശരി. അപ്പം ഇപ്പം ബ്ലാക്ക് പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പാട്ട് പാടി ചോദിക്കും, മറ്റേ കൊറിയൻ പോപ്പിലെ കുട്ടികൾ പാടുന്ന പോലെ തന്നെ ഇല്ലേ മമ്മ പാടുന്നിട്ട്, മമ്മന്റെ പാട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ചോദിച്ചു. കുശുമ്പുണ്ട്. അത് ശരി. അത് പിന്നെ അവരോരുത്തർ ഇഷ്ടമല്ല. അതെ, അത് പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ അത് വെറുതെ മനഃപൂർവ്വം പറയാതിരിക്കുന്നു ആവാം അല്ലെ, ചിലപ്പോ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ അവളുടെ സ്കൂളിലൊക്കെ പോകുമ്പം കൊറേ കുട്ടികൾ വന്ന് എന്നെ സംസാരിക്കുന്നത് ഇതാക്കുന്നതും അത്ര വലിയ ഇഷ്ടമല്ല. മമ്മ എന്തിനാ ഉള്ളിലേക്ക് കയറി വന്നതൊക്കെ പറയും. അടിപൊളി. അപ്പൊ എന്തായാലും ബേസിക്കലി എന്നെ പോലെ തന്നെയാണ്. അതെ, സ്വഭാവവും ഛായയും എല്ലാം, കുശുമ്പും മടി എല്ലാം ഉണ്ട്. അപ്പൊ അതേപോലെ നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും. കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കാണാം ഇതേപോലെ ഗിറ്റാറും ഒക്കെ പിടിച്ച് ഭയങ്കര പാട്ടൊക്കെ പാടി. പിയാനോ ഒക്കെ വായിക്കും. ഡാഡി പിയാനോ ഒക്കെ പക്ഷെ പറഞ്ഞ മാതിരി കൺസിസ്റ്റൻസി കുറവുണ്ട്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലായി. ശരി.